നിത്യവസന്തത്തിന്റെ സർവ്വ സൗന്ദര്യവും ആവാഹിച്ച് മാനവും മനവും പുഷ്പധന്യമാക്കി മാറ്റിയ വസന്തകാല പുഷ്പം വിടർന്നു. പുണ്യ റബീഇന്റെ പൊന്നമ്പിളിയിൽ ഏവർക്കും പുണ്യനബിയുടെ ജന്മദിനാശംസകൾ. പ്രണയ പ്രപഞ്ചത്തിലെ പ്രകാശപ്രഭയായ നൂറുൽ അലാ നൂർ, സർവസൃഷ്ടിപ്പിനും ഹേതുകമായ കാമിൽ ഹുസൂർ, അമ്പിയ മുമ്പരായി അമ്പവനിമ്പരായി അമ്പിളി വെളിച്ചത്തിനപ്പുറം തെളിച്ചമായി കൂരിരുട്ടിലും നിറഞ്ഞു കത്തി പ്രഭ ചൊരിഞ്ഞ സയ്യിദുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാന്തി വിളയുന്ന കേദാരവും സർവസന്താപത്തിനും പരിഹാരവുമായ സത്യവിത്ത് മാലാക റഹ്മത്തായി പിറകൊണ്ട പുണ്യമാസം റബീഉൽ അവ്വൽ. തിരുനബിയെ തോലഅൽ ബദർ പാടി എതിരേറ്റ മദീനക്കാർ മുതൽ അവിടുത്തെ അപദാന പുണ്യങ്ങൾ ചൊരിഞ്ഞ കേരളീയർ വരെ ഓർമ്മകളിൽ തിരുനബി സ്നേഹത്തിന്റെ ഹർഷാരവം തീർക്കുകയാണ്. ജനം സ്വലവാത്തുമായി ചാരവരും കൊതി തീർത്തിടാൻ, കൂടി ജനം സ്വലവാത്തുമായി ചാരവരും കൊതി തീർത്തിടാൻ. അസ്സലാമു അലൈക യാ സയ്യിദി. പ്രണയത്തിന്റെ രാക്കുയിൽ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ബുർദയിൽ കോർത്തുവെച്ച മദ്ഹിൻ മാന്ത്രികത ഹൃത്തടങ്ങളിൽ ഹുബിന്റെ ഇശലാരവം മുഴക്കുന്നു. അമ്പരമാറിലൂടെ മർഹബ പാടിക്കൊണ്ട് കുഞ്ഞുകിളികൾ വസന്തത്തെ സ്വീകരിച്ചാനന്ദിക്കുന്നു. തിരുപ്പിറവിയെ വരവേറ്റ് പുൽനാമ്പുകൾ സന്തോഷത്തോടെ നൃത്തം ചവിട്ടുന്നു. എങ്ങും റബീഇന്റെ സുഗന്ധം മാത്രം, തിരുവസന്തത്തിന്റെ ആരവങ്ങൾ മാത്രം. എത്ര മനോഹരമാണ് ഈ നിമിഷങ്ങൾ. മദ്ഹ് പാരായണത്തിന്റെ പവിത്രതയെ പോലും പഴിപറയുന്ന പുത്തനാശയക്കാരന്റെ ഇടനെഞ്ചിൽ ഭീതി പരക്കുന്നു. നബി സ്നേഹ പാഠമറിയുന്ന സഹോദര മതസ്ഥരിൽ പോലും നബിദിനം തിരുസുദിനമാവുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഏതസ്മിൻ അന്തരേ മ്ലേച്ഛ ആചാരേ ന സമന്വിത മുഹമ്മദ് ഇതിഖ്യാത ശിഷ്യശാഖ സമന്വിതമെന്ന് പ്രവാചക ആഗമനത്തിന് നൂറ്റാണ്ടുകൾക്കപ്പുറം ഹൈന്ദവതയുടെ ഭവിഷ്യൽ പുരാണം പരിചയപ്പെടുത്തിയ വിശ്വമാനവികതയുടെ മഹാത്മാവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ കൽബിലാ, ആ മുത്ത് റസൂൽ ഉറങ്ങുന്ന മണ്ണ് മദീന, എന്റെ മദീന, എന്റെ മദീന. ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ആത്മാവെന്ന് ജീസസ് പാടി പറഞ്ഞ വിശ്വമാനവികതയുടെ മഹാനായ മനുഷ്യ സ്നേഹിയെ ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തു കൂടി ഒരു കൈയിൽ വെട്ടിത്തിളങ്ങുന്ന വാളും മറുകയിൽ ചാട്ടവാറും ചുണ്ടുകളിൽ ചൂളം വിളിയുമായി ഇടയനില്ലാത്ത ആട്ടിൻ കൂട്ടങ്ങളെ പോലെ അലക്ഷ്യഗമനം നടത്തിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി കൂട്ടങ്ങളെ ഒരു റൊമാന്റിക് ഭാവനക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വെളിച്ചത്തിന്റെ വിളക്കുമാടങ്ങളിലേക്ക് വിളിച്ചുണർത്തി കയ്യൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ മണിനാദം കൊണ്ടലങ്കൃതമായ അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗീയ ആരാമങ്ങളിലെ പച്ചിലത്തോപ്പുകൾക്കിടയിൽ പാറിക്കളിക്കുന്ന ആത്മാക്കളാക്കി പരിവർത്തിച്ച പാപത്തിന്റെ പായ്ചേറുകളിൽ നിന്നും വിശുദ്ധിയുടെ താരാപഥങ്ങളിലേക്ക് മനുഷ്യ മക്കളെ വഴി നടത്തിയ വിശ്വമാനവികതയുടെ അനുഗ്രഹമേ യാ റസൂലല്ലാഹ്, അങ്ങേക്കൊരായിരം സലാം. വരൂ, നമുക്ക് കിഴക്കൻ മന്ദമാരുതനോട് അനുരാഗത്തിന്റെ കഥ പറഞ്ഞ് മദീന എന്ന മലർവാടിയിലേക്ക് പോകാം. അവിടെ മലരിന്റെ മധുനുകർന്ന് പാറി പരിലസിക്കുന്ന ചിത്രശലഭങ്ങളോട് ഹബീബിന്റെ വിശേഷം ആരായാം. ഹബീബിന്റെ പാദനിസ്വനങ്ങൾ പതിഞ്ഞ പുണ്യഭൂമികയിൽ അഹ്ലു സുഫയുടെ ഓരത്തിലൂടെ അവിടുത്തെ അധരങ്ങളിൽ നിന്നുതിർന്നു വീഴുന്ന അറിവിന്റെ അക്ഷരച്ചപ്പുകൾ ഹൃദയാന്തരങ്ങളിലേക്ക് ആവാഹിച്ച സ്വഹാബത്തിന്റെ ചാരത്തിലൂടെ മുത്തിനോടുള്ള അനുരാഗം പറഞ്ഞു നടക്കാം.
ആണോ സാറൊക്കെ ബാക്കിലാണ് ദപ്പൊക്കെ ബാക്കിലായിരുന്നു. ഞങ്ങളിങ്ങനൊക്കെ അടിമുടിയൊക്കെ അണികൾ കൊടുത്ത് ആട് ആ ഫ്ലക്സ് പിടിച്ചു കൊടുത്താൽ പ്രശ്നമായ അതെല്ലാവരും പറഞ്ഞു ആർക്കൊരാൾ കുടിച്ചാൽ പോലെ ആളില്ലേ ഞാൻ വെച്ചേ ഇങ്ങനെ കാട്ടി നടന്നാൽ ആള് കുറയിക്കുന്ന ആശം കൂടി ആളുണ്ടാവും. ആളില്ല ഓർക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്നിട്ടും കൂടെ ആളില്ല. ചങ്ങയതാണ് ആ ചങ്ങ ആ പോണ ആ ചങ്ങായി തുണിങ്ങനെ പിടിച്ചോണേ. അതെ ഓണൊക്കെയാണ് തല്ലില്ലേ അത് തുടങ്ങുമ്പോൾ പോണേ അപ്പം അങ്ങോട്ട് ഇരിഞ്ഞ് അത് പോണതാ. അതല്ല അത് ആ ഇടയിൽ കൂടെ പോണതാ. അപ്പോൾ ആ കൊടിൻ്റെ തെറ്റി അങ്ങനെ ഇരിക്കണം. എനിക്കല്ല ഞാൻ വീട്ടുകാരൊക്കെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് ലാസ്റ്റാ കഴിഞ്ഞ്
അല്ല ചീക്കോട് പഞ്ചായത്തിലുള്ളത് അല്ല ചീക്കോട് മന്ത്രത്തിലൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളെ നബിദിന റാലി ഇങ്ങനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ കുടിച്ച് അടിപൊളിയായിട്ട് നല്ല ജനേ ആ നല്ല ജനാട്ടോ. കഴിഞ്ഞ കൊല്ലത്തിനായിട്ട് ജനാന്ന് കൊല്ലം ഉള്ളത്. ഞാൻ വിചാരിച്ച ആള് കുറയിക്കുന്നു. നല്ല ജന അല്ലേ? ഏകദേശം എത്ര ആളുണ്ടോ സുമാർ? ഏകദേശം എത്ര ആൾക്കാരുണ്ടോ അറിയില്ലല്ലേ?